ഡോക്ടറെ, ആകെ പനിയാണല്ലോ. ഈ പനിയെക്കുറിച്ച് ഞാൻ ആശങ്കപ്പെടേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും നമുക്കിടയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു രോഗ ലക്ഷണമാണ് പനി എന്നുള്ളത്. വളരെ സാധാരണയായിട്ട് കാണുന്ന ലക്ഷണമാണ്. പനി ഒരിക്കലും ഒരു രോഗമല്ല, ശരീരം നൽകുന്നൊരു മുന്നറിയിപ്പാണ്. ഈ മുന്നറിയിപ്പിനെ അവഗണിച്ചാലാണ് പ്രശ്നം. പനി എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ താപനില 38 ഡിഗ്രി സെൻറ്റിഗ്രേഡിലോ അല്ലെങ്കിൽ 100.4 ഡിഗ്രി ഫാരൻഹീറ്റിലോ കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണത്. സാധാരണയായിട്ട് ഇത് കാണുന്നത് എന്തെങ്കിലും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധ, ചിലപ്പം എന്തെങ്കിലും ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർവീക്കം, ഇതുകൊണ്ടൊക്കെയാണ്. പനി ഒരിക്കലും അപകടകരമല്ല. പക്ഷേ പനിക്ക് പിന്നിലെ പ്രധാന കാരണം അതാണ് ചിലപ്പോഴൊക്കെ അപകടമായി മാറുന്നത്. മുതിർന്ന ആൾക്കാരിൽ എന്തുകൊണ്ടൊക്കെ പനി വരാം? വൈറൽ ഇൻഫെക്ഷൻസ്, വൈറൽ അണുബാധകൾ, ബാക്ടീരിയൽ അണുബാധകൾ, മൂത്രപ്പഴുപ്പ്, ശ്വാസകോശത്തിലെയും തൊണ്ടയിലെയും ഇൻഫെക്ഷനുകൾ, പിന്നെ ചിലപ്പം എന്തെങ്കിലും നീർവീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന അവസ്ഥകൾ. ഇനി പനി വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത്? ലഘുവായിട്ടുള്ളൊരു പനിയാണെങ്കിൽ, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം, ശരിയായ വിശ്രമം എടുക്കണം. ദിവസത്തിൽ 2 തവണയെങ്കിലും നമ്മൾ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ താപനില പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. പനിക്ക് ഡോക്ടർ നിർദ്ദേശിച്ചാലും മരുന്നെടുക്കുക. ആവശ്യമില്ലാതെ വെറുതെ ആൻറ്റിബയോട്ടിക്കുകളൊന്നും എടുത്ത് കഴിക്കാൻ പാടില്ല. ഇനി പനി വന്നു, ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മളൊരു ഡോക്ടറെ പോയി കാണേണ്ടത്? പനി 3 ദിവസത്തിലധികം നീണ്ടു നിൽക്കുകയാണ്, പിന്നെ 102 ഡിഗ്രി ഫാരൻഹീറ്റിലോ അല്ലെങ്കിൽ 39 ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ മുകളിലായിട്ട് പനി കാണുകയാണ്, പിന്നെ നമുക്ക് വല്ലാതെ ആശയക്കുഴപ്പം, അമിതമായിട്ടുള്ള മയക്കം, ശ്വാസം മുട്ടൽ, നെഞ്ചുവേദന, പിന്നെ ക്രോണിക്കായിട്ട് അസുഖങ്ങളുള്ളവർ, പിന്നെ പ്രായം ഒരുപാട് കൂടിയവർ, ഇത്തരം ഘട്ടത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡോക്ടറെ പോയി കാണണം. പനി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം നമ്മോട് സംസാരിക്കുകയാണ്. ശരിയായ രീതിയിൽ നമ്മൾ കാതുകൾ കൊടുക്കുക, നല്ല യുക്തമായിട്ട് നമ്മൾ അതിന് ആക്ഷൻ എടുക്കുക. ഓക്കെ, എല്ലാ പനികൾക്കും ആൻറ്റിബയോട്ടിക് വേണ്ട എന്നുള്ളത് പ്രത്യേകം ഓർക്കണം കേട്ടോ.